എൻ്റെ പേര് ഡോക്ടർ ഗായത്രി മേനൻ. ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഷാരികയെ ഹോട്ട് സീറ്റിൽ ഇൻ്റർവ്യൂ ചെയ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. അതിനൊരുപാട് അപ്രീസിയേഷൻ കിട്ടി. സം ഓഫ് ദ നെഗറ്റീവ് റിമാർക്സ് വരെ രണ്ടും പോസിറ്റീവ് രീതിയിൽ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, കൺസ്ട്രക്റ്റീവായിട്ടുള്ള രീതിയിൽ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എനിക്കൊരു വിഷമവും ബുദ്ധിമുട്ടും ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ആ ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആയതുകൊണ്ട് ഒരു ചെറിയ സെഗ്മെൻറ്റ്സ് 4 സെഗ്മെൻറ്റ്സ് റിലീസായി. ആ 2 കൂടെ റിലീസ് ചെയ്യാനുണ്ട്. അതൊന്ന് പ്രീമാരൈറ്റൽ സെക്സിനെ കുറിച്ചും ഒന്ന് ഡേറ്റിംഗ് ആപ്സിനെ കുറിച്ചാണ്. ഈ ഡേറ്റിംഗ് ആപ്സ് ഷാരികയായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഡിബേറ്റിംഗ് കോമ്പറ്റീഷൻ പോലെ ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. അതിൽ ഷാരിക പറയുന്നത് ഡേറ്റിംഗ് ആപ്സ് ഉപയോഗിച്ച് എന്താ പ്രശ്നം, സൂക്ഷിച്ചും കണ്ട് ഉപയോഗിച്ചാൽ മതി എന്നൊക്കെയാണ്. നിങ്ങൾക്ക് സംസാരിക്കാൻ ആരുമില്ലേ എങ്കിൽ ഈ ഫ്രണ്ട് ആപ്പിലേക്ക് വരൂ. നിങ്ങൾ ബോർഡാണെങ്കിൽ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കൂ. അങ്ങനെയൊക്കെ പറയുന്നതിൽ നമുക്ക് എന്തൊക്കെയാണ് അതിൽ ചതിക്കുഴികളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഗേൾസിന് ഫ്ലവേഴ്സ് കിട്ടുന്നു, പൈസ കിട്ടുന്നു. അപ്പോൾ കുറേ ബോയ്സ് അതിൽ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇറങ്ങുന്നു. അപ്പോൾ ഇറ്റ്സ് നോട്ട് വെരി ട്രാൻസ്പെറന്റ്. പാവപ്പെട്ട ആപ്പുകൾ ചെയ്ത് ആൾക്കാർ ഇച്ചിരി സന്തോഷിച്ചോട്ടെ. പാവപ്പെട്ട ആപ്പോ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടല്ലേ, ലൈഫ് മൊത്തം സ്ട്രഗിൾസ് അല്ലേ. അപ്പൊ സോ ഇറ്റ്സ് എൻ എൻജോയ്മെന്റ്. മനസ്സിലായോ? ആ ഒരു സ്ട്രെസ് റിലീഫ് അല്ലേ ഈ ഡേറ്റിംഗ് ആപ്പോട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇത്ര വലിയ തെറ്റാണ്. തെറ്റും ശരിയല്ല ഷാരിക. ഇറ്റ്സ് അബൌട്ട് സേഫ്റ്റി. ഇവിടെ നടന്നു പോകുന്ന പെൺകുട്ടികൾ സേഫ് ആണോ? ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾ സേഫ് ആണോ? ട്യൂഷൻ കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികൾ സേഫ് ആണോ? അവരൊക്കെ ഡേറ്റിംഗ് ആപ്പ് തലവെച്ചിട്ടാണോ സേഫ് അല്ലാതാകുന്നത്? കാം ഡൗൺ. സൂക്ഷിച്ചും കണ്ട് ഉപയോഗിച്ചാൽ മതി എന്നൊക്കെയാണ്. പക്ഷേ ഡേറ്റിംഗ് ആപ്സ് ഉപയോഗിക്കുന്ന പകുതി മുക്കാൽ കുട്ടികളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ആരുടെ കൂടെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, പ്രായം കൂടിയ ആൾക്കാരുമായിട്ടാണോ ഇൻട്രാക്ട് ചെയ്യുന്നത്, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇൻഫാക്ട് ഫ്രണ്ട് ആപ്പ് പോലെ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും തനി മലയാളിയെ പോലെ ഉള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും അത് അവർ അപ്പോളജൈസ് ചെയ്തിട്ട് എന്താ പറയുക, പ്രൊമോഷൻ അവർ റദ്ദാക്കുകയാണ് ചെയ്തത് അല്ലേ. അതുപോലെ ബ്യൂട്ടി ക്രീംസ്, ഇതുപോലെയുള്ള ആപ്പുകൾ, ഇതൊക്കെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ അവരുടെ റൂമിലിരുന്ന് എന്താ ചെയ്യുന്നതെന്ന് ഇപ്പോൾ പേരൻസിന് അറിയാത്തൊരു സ്ഥിതിക്ക് ആൺകുട്ടികൾ പൈസ സ്പെൻഡ് ചെയ്ത് പെൺകുട്ടികൾക്ക് റോസൊക്കെ മേടിക്കാൻ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് എനിക്കിങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ഡോക്ടർ ഇതൊന്നും ഉപയോഗിക്കാണ്ട് ഇതിനെക്കുറിച്ച് ഞാനിതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ യങ് പേഷ്യൻസ് ഇതൊക്കെ ഉപയോഗിച്ച് വന്ന് പറഞ്ഞിട്ട് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു ബോധവൽക്കരണ ക്ലാസ് എന്നുള്ളത് പോലെ തന്നെ ഇത് ഉപയോഗിക്കരുതെന്ന് പറയേണ്ടത് മെൻറ്റൽ അഡ്വക്കസീസിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഷാരിക പറയുന്നത് പോലെ ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഒരു ഓത്തെടുത്തിരിക്കുന്നത് ഒരു മെൻറ്റൽ ഹെൽത്ത് എല്ലാവരുടെയും സേഫ് ഗാർഡ് ചെയ്യണം എന്നുള്ളൊരു ഉത്തരവാദിത്തം